ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചാണ്. അപ്പം അതിൽ അരിതമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ നമ്മൾ അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ സെറ്റുകളായാലും ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ സെറ്റുകളായാലും ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ സെറ്റുകളായാലും ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാത്തിനെയും പറയുന്നത് അല്ലേ. ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡാണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏത് പ്രോഗ്രാം ചെയ്യാനാണ് അല്ലെങ്കിൽ ഏത് തരം പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അതിന് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് വേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തതായിട്ട് പറയാനുള്ളത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ മോഡുകളാണ്. ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് പറയാനുള്ളത്. അത് എന്ന് പറയുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ പെർഫോം ലോജിക് ഓപ്പറേഷൻ അപ്പോൺ കറസ്പോണ്ടിങ് ബിറ്റ്സ് ഓഫ് 2 രജിസ്റ്റേഴ്സ്. അതായത് 2 രജിസ്റ്ററുകൾ, അതായത് ഇപ്പം നമുക്ക് ആഡ് എ കോമ ബി അല്ലെങ്കിൽ സബ് എ കോമ ബി എന്നൊക്കെ പറഞ്ഞതുപോലെ 2 രജിസ്റ്ററുകൾ, അതായത് എ രജിസ്റ്റർ അക്യുമുലേറ്റർ ആവാം, ബി രജിസ്റ്റർ ആവാം, 2 രജിസ്റ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആൻഡ് ചെയ്യുക ഓർ ചെയ്യുക, ലോജിക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ അതെന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഓപ്പറൻറ്റിൽ അത് ലോജിക്ക് ഏതാണോ ലോജിക്ക് ചെയ്ത് കഴിഞ്ഞത് അതിന് ശേഷം അതിനെന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്പറൻറ്റിൽ എന്ത് ചെയ്യുക, സേവ് ചെയ്യാനുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഒരു ടേബിളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂമോണിക്സ് പറയുന്നുണ്ട്. ANL എന്നാണ് ഒന്നാമത്തെ ന്യൂമോണിക്സ് വരുന്നത്. അത് എന്താണ്, ആൻഡ് ഫംഗ്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ANL എന്ന് ഉപയോഗിക്കുന്നത്. അല്ല, ADD ആഡ് ആയിരുന്നു. അതുപോലെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് വേണം, ഐഡിയ വേണം. എന്നാലേ നമുക്ക് ആ ഇൻസ്ട്രക്ഷനുകൾ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഡിജിറ്റുകൾ ഏതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ മാറിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ANL എന്ന് പറയുന്നത് ആഡ് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. ORL എന്ന് പറയുന്നത് ഓർ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. XRL എന്ന് പറയുന്നത് എക്സോർ ഗേറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ CLR എന്ന് പറയുന്നത് ക്ലിയറിനെയും, CPL എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്, അതായത് കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതിനെ സൂചിപ്പിക്കുന്നു. RLC എന്ന് പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ത്രൂ RL എന്ന് പറയുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റും, RR എന്ന് പറയുന്നത് റൊട്ടേറ്റ് റൈറ്റും ആണ്. അതുപോലെ RLC എന്ന് പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി. അതുപോലെ RRC എന്ന് പറയുന്നത് റൊട്ടേറ്റർ അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. അതുപോലെ പിന്നെന്താണ്, സ്വാപ്പ് ഓപ്പറേഷന് വേണ്ടിയിട്ട് സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനിലും ഓരോ അഡ്രസ്സിങ് മോഡിലും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ ANL ആൻഡ് ഓപ്പറേഷനിൽ തന്നെ A×RN അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള ഫംഗ്ഷനും അതുപോലെ തന്നെ അക്യുമുലേറ്ററിലുള്ള ഫംഗ്ഷനും എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് ബൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അക്യുമുലേറ്ററുമായിട്ട് ആൻഡ് ചെയ്യാനാണ് രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് റാം അക്യുമുലേറ്ററിൽ നിന്നും എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് റാമിനെ അക്യുമുലേറ്ററിനെ ആൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു പ്രോപ്പർ ഡാറ്റേനെ ഫംഗ്ഷൻ ഡയറക്റ്റിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ റാമിലോ രജിസ്റ്ററിലോ ഒന്നും അല്ലാതെ ഒരു ഡയറക്റ്റ് ഡാറ്റേനെ എന്ത് ചെയ്യാനാണ്, ആൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരെ തിരിച്ച് അക്യുമുലേറ്ററിലുള്ള ഡാറ്റേനെയും
ഒരു ഡയറക്റ്റ് ബൈറ്റിനെ തിരിച്ച് ആൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് ടു അക്യുമുലേറ്ററിൽ പറയുന്നുണ്ട്, അതുപോലെ ഡയറക്റ്റ് ടു ഹാഷ് ഡാറ്റ പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ഡാറ്റ ടു ഒരു ഡയറക്റ്റ് ബൈറ്റ്, അതായത് രണ്ട് ഫങ്ഷനുകൾ തമ്മിൽ, അതായത് ഒന്നുകിൽ രജിസ്റ്റർ ആവാം, റാം ആവാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിങ് ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ആയാലും തമ്മിൽ എന്ത് ചെയ്യാണ്, ആൻഡ് ചെയ്താണ്ട് അതിനെന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യാനുള്ളതും അതുപോലെ ഓർ ചെയ്താണ്ട് സ്റ്റോർ ചെയ്യാനുള്ളതും എക്സോർ ചെയ്യാനുള്ളതും ഫങ്ഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിനെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് പഠിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഒന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് ANL A,R ആൻഡ് രജിസ്റ്റർ ടു ദ അക്യുമുലേറ്റർ. എന്ന് പറയുന്നത് അക്യുമുലേറ്ററാണ്. RN എന്ന് പറയുന്നത് ഒരു R രജിസ്റ്റർ, ഏതെങ്കിലും ഒരു R രജിസ്റ്ററാണ്. R0 മുതൽ R7 വരെ അല്ലേ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പെർഫോംസ് ലോജിക് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ദ അക്യുമുലേറ്റർ ആൻഡ് RN ലോജിക്. ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ടു ദ അക്യുമുലേറ്റർ. അതായത് നമ്മളെന്താ ചെയ്യണത്, രജിസ്റ്റർ R0 മുതൽ R7 വരെയുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്ററിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിലുള്ള വാല്യൂവുമായിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് ചെയ്യാണ്. എന്നിട്ട് ആ ഫങ്ഷനെ നമ്മളത് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്റർ, അതായത് ഫസ്റ്റ് ഓപ്പറൻ്റ് ഏതാണ്, അക്യുമുലേറ്ററാണ്. അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ ബിഫോർ എക്സിക്യൂഷൻ A = C3H എന്നാണ് പറയുന്നത്. അതിൻ്റെ വാല്യൂ അവിടെ എന്തിൽ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ R5 എന്ന് പറയുന്ന എന്താണ് നമ്മൾ എടുക്കുന്നത്, രജിസ്റ്റർ R5 എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് 55H എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ രണ്ടിനെയും ആൻഡ് ചെയ്യാണ്. അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കണം അല്ലേ. നമുക്ക് ആ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ ജസ്റ്റ് അതൊന്ന് നെരേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ലാസ്റ്റിലെ ഒരു 4 സംഖ്യ എടുക്കാം. അതായത് ലാസ്റ്റിലെ 4 സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റിലെ 4 സംഖ്യ വരുന്നത് ഏതൊക്കെയാണ്, ഇതിലെ ഈ ലാസ്റ്റ് 0011ഉം അതുപോലെ തന്നെ 0001ഉം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തേത് എടുക്കുന്നത് 0011 അവിടെ നിൽക്കട്ടെ അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 0001 എന്നാണ്. അപ്പോൾ അതിലെ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1ഉം 1ഉം ആണെങ്കിൽ മാത്രമാണ് എന്താവുന്നത്, സോറി നമ്മൾ എടുത്തത് മാറിപ്പോയിട്ടുണ്ട്, അത് റിസൾട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് ഏതാണ്, C3Hഉം അതുപോലെ തന്നെ എന്താണ് ഇതുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് 0011 0011 അതുപോലെ തന്നെ ലാസ്റ്റ് 0101 ആണ് 0101. അപ്പോൾ ഈ രണ്ട് ഇതെടുത്താൽ ഇതിൽ ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്, ലാസ്റ്റ് സംഖ്യകൾ, അതായത് 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ മാത്രമേ, 2 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ 1 കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ 2 സംഖ്യകൾ എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ്. ആ 1ഉം 1ഉം ആൻഡ് ചെയ്താൽ എത്ര കിട്ടേണ്ടത്, 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അത് റിസൾട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ബാക്കി 3നും എന്താണ്, 01 വന്നാൽ 0 ആണ് വേണ്ടത്, അടുത്തേനും 0 ആണ് വേണ്ടത്, അടുത്തേനും 0 ആണ് വേണ്ടത്. അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതാ റിസൾട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തത് 1ഉം അതുപോലെ തന്നെ ഇവിടെ എന്താണ് 1 ആണ്. 1ഉം 1ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 1 ആണ് കിട്ടിയത്. പിന്നെ അടുത്തത് 1ഉം 0ഉം ആയിരുന്നു, അവിടെ 0 ആണ് കിട്ടിയത്. മൂന്നാമത്തതും ഡിജിറ്റും 0 ആണ് കിട്ടിയത്.
നാലാമത്തെ ഡിജിറ്റും നമുക്ക് എന്ത് തന്നെയാണ് 0 ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള 4 കൂടി നോക്കിയാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, അതും എന്താണ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു, നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയത് 41H അതിനെ നമ്മൾ എന്ത് ചെയ്തു, അക്യുമുലേറ്ററിൽ സേവ് ചെയ്തു. അതായത് എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്യുമുലേറ്ററിൽ ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 41H ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തന്നെയാണ് നമ്മളെല്ലാത്തിലും ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് എന്തുണ്ട്, ലൊക്കേഷൻസ് പലതിലും, അതായത് അഡ്രസ്സിങ് പല രീതിയിൽ മാറുന്നുണ്ട്, ലൊക്കേഷൻസ് മാറുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് നോക്കാം. ANL ഡയറക്റ്റ്, എ ഡയറക്റ്റ് ബൈറ്റ് ടു ദ അക്യുമുലേറ്റർ, അതായത് ഡയറക്റ്റ് 0 to 255, അതായത് 0 to FFH വരെയുള്ള വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. ഏതും ആവാം, ആർബിട്രറി രജിസ്റ്റർ വിത്ത് അഡ്രസ്, ആ ആർബിട്രറി രജിസ്റ്റർ ഏതും ആവാം, 0 to 255 വരെയുള്ള ഏത് രജിസ്റ്റർ ആവും. ഡിസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ പെർഫോംസ് ലോജിക് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ അക്യുമുലേറ്റർ ആൻഡ് ഡയറക്റ്റ് രജിസ്റ്റർ ആസ് ഇറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ദ രജിസ്റ്റർ മേ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഓർ ജനറൽ പർപ്പസ് രജിസ്റ്റർ വിത്ത് അഡ്രസ് 0 to 7FH വരെ, അതുപോലെ 0 to 127 വരെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. അതായത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകളാവാം, അല്ലെങ്കിൽ എന്താവാം, ജനറൽ പർപ്പസ് രജിസ്റ്ററുകളിലോ ഒക്കെയുള്ള ഫംഗ്ഷൻ ആവാം എന്ത്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ റാമാണ് വരുന്നത്, ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ എവിടെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിലോ അതുപോലെ എന്താ ജനറൽ പർപ്പസ് രജിസ്റ്ററിലോ എവിടെയുള്ള ഇതും എന്ത് ചെയ്യാം, നമുക്ക് ആൻഡ് ചെയ്യാം എന്തുമായിട്ട്, അക്യുമുലേറ്ററുമായിട്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലായി. A⁻RX എന്ന് പറയുന്നത് ഏതോ ഒരു രജിസ്റ്ററാണ്, R0 മുതൽ വരെയുള്ള ഏതോ രജിസ്റ്ററിൽ എന്ത് ചെയ്യാണ്, ആ RX എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് കിട്ടി. അതായത് C3 എന്ന് തന്നെയാണ് എന്തുള്ളത്, അക്യുമുലേറ്ററിൽ ഉള്ളത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ C3 ആണുള്ളത്. മാസ്ക് എന്ന് പറയുന്നത് മറ്റേത് R5 എന്ത് എന്ന് പറയുന്നത് 55H ആണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ഉണ്ട്, അതെന്താണ് 55H ആണ് നമ്മളെ അഡ്രസ്സിങ്ങിലുള്ള, RX എന്ന് പറഞ്ഞ അഡ്രസ്സിങ്ങിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, 41H തന്നെ നമുക്ക് എന്തിൽ കിട്ടും, അക്യുമുലേറ്ററിൽ കിട്ടും. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. RI എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്, റാമാണ് നമുക്കറിയാം. R0 അല്ലെങ്കിൽ R1 മാത്രമേ അതിന് എന്ത് ചെയ്യാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന് എന്ന് നമുക്കറിയാം. ഇൻസ്ട്രക്ഷൻ പെർഫോംസ് ലോജിക് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ദ അക്യുമുലേറ്റർ ആൻഡ് രജിസ്റ്റർ ആൻഡ് ദ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് രജിസ്റ്റർ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ RI രജിസ്റ്റർ, R0 or R1. ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. അതായത് ഈ രജിസ്റ്റർ അഡ്രസ്സിങ് എവിടെ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ R0 അല്ലെങ്കിൽ R7. പക്ഷെ നമ്മൾ എടുക്കുന്ന വാല്യൂ ഒക്കെ ഇതിലൊക്കെ നമുക്ക് ഡിഫറൻറ്റ് ഓഫ് വാല്യൂസ് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് R0 55 തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, 45 എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റം വരും. 55 ആയതുകൊണ്ടാണ് 0101 എന്ന് പറയുന്നത് 5, 0101 5 55. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് 0011, 1 1 2 10 3 11. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വരുന്നത്. 2 ഡെസിമലായിട്ട് വരുമ്പോൾ എടുക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് മാറ്റി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ വേറെ 41H ആവില്ല കിട്ടുന്നത്. 45 ആകുമ്പോൾ 41H ആവില്ല നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടുക. എല്ലാത്തിനും ഒരേ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തോളണം എന്നില്ല, റിസൾട്ടായിട്ട് കൊടുത്തോളണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ എക്സാമ്പിളിന് കൊടുത്തോളണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ ANL ഡാറ്റ, ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ഏതാണ്, 0 to 255 വരെയുള്ള ഒരു കറക്റ്റ് ഡാറ്റ. ആ ഡാറ്റേനെ നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്, അക്യുമുലേറ്ററിൽ C3 ഉണ്ട്, ആ ഡാറ്റേനെ നമ്മൾ എന്ത് തന്നെയാണ് പറഞ്ഞത്, 55 ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സെയിം റിസൾട്ട് 41H തന്നെ നമുക്ക് എന്തിൽ കിട്ടാനുള്ള റിസൾട്ടായിട്ട് കിട്ടാനുള്ള സാധ്യത. ഓക്കെ, ഇനി അതുപോലെ ANL ഡയറക്റ്റ് A ആൻഡ് അക്യുമുലേറ്റർ ടു ഡയറക്റ്റ് ബൈറ്റ്. അതായത് അഡ്രസ്സ് എന്ന് പറയുന്നത് 0 to 55 വരെയുള്ള
0 to FFH വരെയാണ് എ അക്യുമുലേറ്റർ ആണ്. ഇൻട്രൊഡ്യൂസ് പെർഫോംസ് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ഡയറക്റ്റ് ബൈറ്റ് ആൻഡ് അക്യുമുലേറ്റർ ആസ് ഇറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ദ രജിസ്റ്റർ ക്യാൻ ബി SFR or JPR with address 0 to 7H. The result is stored in the direct byte. അതായത് എന്താ ഇതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സിക്യൂഷൻ ചെയ്യുന്നത് എ എന്ന് പറയുന്നത് C3H ആണ്, മാസ്ക് എന്ന് പറയുന്നത് 55H ആണ് അല്ലേ. ഡയറക്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 55H ആണ്. 0101 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 55 ആണ്. 0101 എന്നാണ് എന്തുള്ളത്. ഇനി നമ്മൾ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ അക്യുമുലേറ്റർ ആണ് എന്ത് ആയി മാറിയിരുന്നത്? 41 റിസൾട്ട് നമുക്ക് കിട്ടിയത്. ഇതിലെന്താണ് റിസൾട്ട്? ഫസ്റ്റ് ഓപ്പറൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്? സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതപ്പോൾ ഡയറക്റ്റ് ബൈറ്റ് ഏതാണോ മാസ്കിലല്ലേ നമ്മൾ കൊടുത്തത് 55H എന്ന്, അതെന്തായിട്ട് മാറും? 41H ആയിട്ട് മാറും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഹാഷ് ഡാറ്റ 0 to 55 മുതൽ 0 to 55 ഏത് മുതൽ ഏത് ഡാറ്റയും എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റയും കോൺസ്റ്റൻറ്റ് വാല്യൂ ആർബിട്രറി രജിസ്റ്റർ അഡ്രസ്സ് 0 to 55 അതുപോലെ കോൺസ്റ്റൻറ്റ് റേഞ്ചും എന്താവാം? 0 to 255 വരെ മാറാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും ഡാറ്റേനെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാം? അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി സേവ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിൻ്റെ ഉള്ളിൽ അഡ്രസ്സിൻ്റെ ഉള്ളിലേ നമുക്ക് കൊണ്ടുപോയി സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറയുന്ന ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററോ ഏതാണോ ജനറൽ പർപ്പസ് രജിസ്റ്ററോ ഉള്ള അതിലുള്ള ഫംഗ്ഷനെയും ഒരു ഡാറ്റേനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ആൻഡ് ചെയ്യാണ്. അതായത് നമ്മളെ ഡാറ്റ എന്ന് പറയുന്നത് എക്സ് ആണ്, C3H ആണ് നമുക്ക് എന്തുള്ളത്? നമ്മളെ ഡാറ്റ. പിന്നെ എന്താ രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് 55H ആണ് രജിസ്റ്ററിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിനെ രണ്ടിനെ ആൻഡ് ചെയ്തതിന് ശേഷം ആൻസറായ 41 നമ്മൾ എന്ത് ചെയ്യും? മാസ്കിൽ, അതായത് ഡയറക്റ്റ് അഡ്രസ്സിങ് ഏതാണോ അതിൽ എന്ത് ചെയ്യും? സേവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ANL C combite and the direct bit to the carry flag എന്നാ പറയുന്നത് അല്ലേ. എന്താണ് എക്സാമ്പിൾ? ANL C bit before execution ACC equal to 43H carry 1, after execution ACC equal to 43H carry equal to 0 അല്ലേ. അതായത് ആഡ് ഡയറക്റ്റ് ബിറ്റ് ഇൻ ടു എ ക്യാരി ഫ്ലാഗ് ആൻഡ്, അതായത് ആൻഡ് ചെയ്യുക. എന്തിനെ? ക്യാരി ഫ്ലാഗുമായിട്ട് എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്യാരി ഫ്ലാഗ് 0 ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ക്യാരി ഫ്ലാഗ് ഉണ്ട്, അതായത് 41H ക്യാരി ഫ്ലാഗ് ഉണ്ട്. പക്ഷേ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? സെയിം. ക്യാരി ഫ്ലാഗിൽ ക്യാരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്നെ കിട്ടും? നമുക്ക് സെയിം റിസൾട്ട് തന്നെ എന്തിൽ കിട്ടും? എക്സിക്യൂഷൻ കഴിഞ്ഞാലും അക്യുമുലേറ്ററിൽ ക്യാരി ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആൻഡ് ചെയ്യേണ്ടി വരും. ക്യാരി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെയിം റിസൾട്ട് തന്നെ നമുക്ക് എന്തും കിട്ടും? ഇതിൽ കിട്ടും. ഏതിൽ? അക്യുമുലേറ്ററിൽ കിട്ടും. ഇനി അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് ANL C ബാർ ബിറ്റ് ആണ്. അതുപോലെ തന്നെ ആൻഡ് കോംപ്ലിമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് ബിറ്റ് ഇൻ ടു ക്യാരി ഫ്ലാഗ്, അതായത് എനി ബിറ്റ് ഓഫ് റാം. സി എന്ന് പറയുന്നത് ക്യാരി ഫ്ലാഗ് ആണ്, ബിറ്റ് എന്ന് പറയുന്നത് എനി ബിറ്റ് ആണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പെർഫോംസ് ലോജിക് ആൻഡ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ഇൻവേർട്ടഡ് അഡ്രസ് ബിറ്റ് ആൻഡ് ക്യാരി ഫ്ലാഗ്. ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അക്യുമുലേറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ്? അതിൻ്റെ എന്താണ് കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ A0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എന്താണ് ആ എക്സിക്യൂഷൻ കോംപ്ലിമെൻറ്റിന് എന്തുമായിട്ട്? ക്യാരി ഫ്ലാഗുമായിട്ട് എന്ത് ചെയ്യുക? ഓർ ചെയ്യുക. അപ്പോൾ എന്താണോ നമുക്ക് കോംപ്ലിമെൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് അക്യുമുലേറ്ററിൽ ഉള്ളത്, ക്യാരി ഫ്ലാഗിലൊന്നുമില്ല 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കിട്ടും? നമുക്ക് സെയിം വാല്യൂ തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിൽ കിട്ടും. ക്യാരി ഫ്ലാഗിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അത് പിന്നെ ആൻഡ് ചെയ്ത റിസൾട്ടാണ് നമുക്ക് എന്തിലുണ്ടാവുക? ക്യാരി ഫ്ലാഗിൽ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് എന്തിൽ
ANL-C, ബിറ്റും ALE-C, ഹാഷ് ബിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. ഓർ ഓപ്പറേഷൻ എങ്ങനെയാണോ നമ്മൾ ആൻഡ് പറഞ്ഞത് സെയിം ഫങ്ഷൻ തന്നെയാണ് നമുക്ക് എന്തിനും ചെയ്യാനുള്ളത്, ഓർ ഓപ്പറേഷനിലും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓർ ORL A, #RI, അതായത് ഡയറക്റ്റ് റാം അതുപോലെ ടു ദ അക്യുമുലേറ്റർ രജിസ്റ്റർ R0 or R1. RI എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഒന്നുകിൽ R0 അല്ലെങ്കിൽ R1. ഇതിനെന്ത് ചെയ്യാണ്, ഓർ ചെയ്യാണ് വേണ്ടത്. ഓർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ C2H അതുപോലെ തന്നെ എന്താണ് 54H ആണ്. നമുക്ക് കിട്ടുന്നത് D6H ആണ്. അപ്പോൾ അത് നിന്ന് ലാസ്റ്റത്തെ ഒരു 3 വാല്യൂ നമുക്ക് നോക്കാം. 0, 1, 0 ആണ് എന്തുള്ളത്, 0, 1, 0 ആണ് എന്തുള്ളത് ഫസ്റ്റത്തെ C2Hൻ്റെ ലാസ്റ്റ് 3 അക്കം. മറ്റേതിൻ്റെ 3 അക്കം എന്ന് പറയുന്നത് 54Hൻ്റെ എന്ന് പറയുന്നത് 1, 0, 0 ആണ്. അപ്പോൾ നമുക്ക് എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്, ലാസ്റ്റത്തെ 2 അക്കവും 0 ആണ്. ഓറിൻ്റെ വാല്യൂ നമുക്കറിയാം. 0, 0 ആണെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, 0 ആവുള്ളൂ. 0, 1 ആണെങ്കിലും 1, 1 ആണെങ്കിലും 1, 0 ആണെങ്കിലും ഒക്കെ എന്താണ്, 1 ആണ്. അപ്പോൾ ഈ 0, 0 ആയ സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. അപ്പോൾ ലാസ്റ്റ് വാല്യൂ 0 കിട്ടണം. 50 ആണോ 0 ആണോ കിട്ടിയത്, അതെ, നമുക്ക് കണ്ടാൽ മനസ്സിലാവും 0 ആണ് കിട്ടിയത്. അതുപോലെ 0, 1 വന്നാൽ 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ, 1 ആണ് അല്ലേ, 1, 0, 1ലും 1. അപ്പോൾ കണ്ടോ ലാസ്റ്റ് 3 സംഖ്യകൾ 1, 1, 0 അത് തന്നെയല്ലേ നമുക്ക് 1, 1, 0 തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതെന്തിലാണ്, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് നമുക്ക് കാണാം A, ഡയറക്റ്റ് ആണ്. ഓർ ചെയ്യുക A, ഡയറക്റ്റ്, അതായത് 255 വരെയുള്ള വാല്യൂവിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിലോ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് രജിസ്റ്ററിലോ ഉള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിലുള്ള വാല്യൂവുമായിട്ട് ഓർ ചെയ്യുക, അതിനെന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇതിനി അങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോവുകയാണ്. ആൻഡ് ഫംഗ്ഷൻ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതേ കാര്യങ്ങളൊക്കെ എന്തിലും ചെയ്തു പോവുകയാണ്, ഓറിലും ചെയ്തു പോവാണ്. ഓർ A, ഡയറക്റ്റ് ഫംഗ്ഷൻ 225 വരെയുള്ള സാധനം എന്ത് ചെയ്യാണ്, നമ്മൾ സേവ് ചെയ്തു. ഇനി എന്താണ് അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് A, ഡയറക്റ്റും പറഞ്ഞു, ഡയറക്റ്റ് Aയും പറഞ്ഞു. അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂയും 225 വരെയുള്ള വാല്യൂവിനെയും ആൻഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൽ, ഒന്നാമത്തേൽ പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് ഡയറക്റ്റ് രജിസ്റ്ററിലുള്ള വാല്യൂവിനെ അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ ആൻഡ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യാണ്, ഡയറക്റ്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് ഡയറക്റ്റ് A എന്ന് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റേനെയാണ്. ഡാറ്റേനെയും നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റേനെ 0 to 55 വരെ ഉള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റേനെ എന്ത് ചെയ്യാണ് നമ്മൾ ഓർ ചെയ്യുക. ഓർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്യാണ്, C2Hനെയും മറ്റേ വാല്യൂവിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആൻഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ കിട്ടിയത്, C3H എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടിയത്. ഓക്കെ, പിന്നെ ORL ക്യാരി ബിറ്റ്, ഏതാണ്, ക്യാരി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആൻഡ് പറഞ്ഞത് സെയിം സാധനം തന്നെ, എങ്ങനെയാണോ ആൻഡ് ഓപ്പറേഷൻ ചെയ്തത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഓർ ഓപ്പറേഷനെ ചെയ്യുക. ക്യാരി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരേ വാല്യൂ തന്നെ ബിഫോർ എക്സിക്യൂഷനും കിട്ടും, ആഫ്റ്റർ എക്സിക്യൂഷന് ശേഷം എന്ത് ചെയ്യും, ക്യാരി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഓർ ഡയറക്റ്റ് ഹാഷ് ഡാറ്റ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡാറ്റേനെ എന്ത് ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുക, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റ 0 to 255 വരെയുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റ ഉണ്ടാവും. അതുപോലത്തെ ഒരു ആർബിട്രറി രജിസ്റ്ററും ഉണ്ടാവും. അതും എന്തുതന്നെയാണ് 0 to 255 വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഡാറ്റയിൽ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ഫംഗ്ഷൻ രജിസ്റ്ററിൽ എന്ത് ചെയ്യുക, ഡാറ്റേനെയും ഡയറക്റ്റ് രജിസ്റ്ററിനെയും കൂടി എന്ത് ചെയ്തതിന് ശേഷം ഓർ ചെയ്തതിന് ശേഷം അതിനെ ഡയറക്റ്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്യുക,
വാല്യൂനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? എക്സോർ ഫംഗ്ഷനാണ്. അപ്പോൾ എക്സോർ ഫംഗ്ഷൻ നമുക്കറിയാം 0 ആണെങ്കിലും അതുപോലെ 0 ആണെങ്കിലും 1 ആണെങ്കിലും 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി 1 ആണെങ്കിലും 1 ആണെങ്കിലും എന്താണ്? 1 ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഇതിലറിയാം XRL 6 ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് എന്ന്. ഒന്ന് A,RN, രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? A,RI, 3ഉം 4ഉം ഏതായിരിക്കും? അപ്പോൾ ഡാറ്റേൻ്റെ ഉണ്ടാവും, പിന്നെ അതുപോലെ ഡയറക്റ്റ് അഡ്രസ്സിങ് ഉണ്ടാവും അല്ലേ? അപ്പം ഇതിലൊക്കെ നമ്മൾ വരുന്നത് എന്താണ്? എക്സോർ ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കുന്നത്. എക്സോർ ഓപ്പറേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എണ്ണം നമുക്ക് എടുക്കാം, 4 ഫംഗ്ഷൻ. ഇതിൻ്റെ ലാസ്റ്റത്തെ സംഖ്യകൾ എടുക്കാം. ആദ്യം ഇതിൻ്റെ ലാസ്റ്റത്തെ സംഖ്യകൾ എടുക്കാം. നമുക്ക് എന്താണ്? ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 0 0 1 1 ആണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ 0 1 0 1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ടുകളാണ് കിട്ടേണ്ടത്. റിസൾട്ട് ഓർ പറഞ്ഞാൽ ഇത് 0 ആവണം, ഇതും 0 ആവണം, ഇത് രണ്ടും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെ തന്നെയാണോ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എന്ന് നോക്കാം അല്ലേ? കിട്ടിയതല്ലേ? 0 ആണ്, 1 ആണ്, 1 ആണ്, 0 ആണ് അല്ലേ? 0 ആണ്, 1 ആണ്, 1 ആണ്, 0 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? എക്സോർ റിസൾട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കിട്ടിയിട്ടുള്ളത്. എക്സയിൽ A,RN എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് R0 മുതൽ R7 വരെയുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്ററിലുള്ള വാല്യൂവിനെ, അതിൻ്റെ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂവിനെ അക്യുമുലേറ്ററുമായിട്ട് എക്സോർ ചെയ്യുക, അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. അതുപോലെ തന്നെ റാമിലുള്ള രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ റാമിലുള്ള R0 R1 വാല്യൂവിനെ എന്ത് ചെയ്യുക? അക്യുമുലേറ്ററുമായിട്ട് എന്ത് ചെയ്യുക? ഓർ ചെയ്യുക, അതിനെന്ത് ചെയ്യുക? അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ A, ഡയറക്റ്റ് 0 to 255 വരെയുള്ള ജനറൽ പർപ്പസോ അല്ലെങ്കിൽ ഏതാണ് ജനറൽ പർപ്പസോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിലുള്ള സാധനത്തിന് എന്ത് ചെയ്യുക? ആ രജിസ്റ്ററിലുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക? അക്യുമുലേറ്ററുമായിട്ട് എക്സോർ ചെയ്യുക, വാല്യൂവിനെ എന്ത് ചെയ്യുക? അതിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഏതാണ്? XRL A,RX. A,RX എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് ആണ്. അതുപോലെ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് A, ഡയറക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് A ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനെയും അക്യുമുലേറ്ററിനെയും തമ്മിൽ എന്ത് ചെയ്യുക? എക്സോർ ചെയ്യുക. എന്നിട്ട് അതിലെ രജിസ്റ്ററിനെ ഏതിൽ സേവ് ചെയ്യുക? 0 to 255 വരെയുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, രജിസ്റ്റർ ലൊക്കേഷനിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? അടുത്തത്. അതുപോലെ XRL A, #data ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ, അതായത് 0 to 255 വരെയുള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ എന്ത് ചെയ്യുക? അക്യുമുലേറ്ററുമായിട്ട് എന്ത് ചെയ്യുക? എക്സോർ ചെയ്യുക, എന്നിട്ട് അതിനെ അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ XRL ഡയറക്റ്റ് ഡാറ്റ, അതായത് 225 വരെയുള്ള രജിസ്റ്ററിലുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്ററിലുള്ള വാല്യൂവിനെയും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയും നമ്മൾ എന്ത് ചെയ്യുക? എക്സോർ ചെയ്യുക, എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? 0 to 55 വരെയുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി രജിസ്റ്ററിൽ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 ഫങ്ഷൻസും എന്താണ്? ഒരേപോലെ തന്നെയാണ്. ഒന്ന് എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക, ഒന്ന് ഓർ ചെയ്യുക, ഒന്ന് എക്സോർ ചെയ്യുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നാൻഡും നോറും ഒക്കെ ഇതിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നാൻഡും നോറും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫങ്ഷൻ നേരെ തിരിച്ച് ചെയ്താൽ മതി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 ഒന്ന് ക്ലിയർ A ആണ്. അക്യുമുലേറ്ററിനെ ഇൻസ്ട്രക്ഷൻ ക്ലിയേഴ്സ് ദ അക്യുമുലേറ്റർ. CLR A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിന് എന്ത് ചെയ്യാണ്? ക്ലിയർ ചെയ്യുക. ആഫ്റ്റർ എക്സിക്യൂഷൻ അക്യുമുലേറ്റർ ഈസ് 0. അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 45 എന്നൊരു 55 എന്ന ലൊക്കേഷൻ അഡ്രസ് ലൊക്കേഷനിൽ 45 എന്ന് പറഞ്ഞ
ഒരു ഫങ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ CLR A ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താവും A 0 ആവും. അതുപോലെ കോംപ്ലിമെൻറ്റ് ടു ദ അക്യുമുലേറ്റർ CPL-A എന്ന് പറയുന്നത്, അതായത് CPL-A എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആവുകയാണ്. അതായത് അക്യുമുലേറ്ററിൽ 1 ആണുള്ളത് വിചാരിച്ചാൽ CPL ഓൺ ആയി കഴിഞ്ഞാൽ എന്താവും അക്യുമുലേറ്റർ 0 ആവും. ഇനി 0 ആണ് അക്യുമുലേറ്ററിൽ ഉള്ളത് വിചാരിച്ചാൽ CPL ഓൺ ആക്കിയാൽ എന്താവും 1 ആവും. അതായത് നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം. 0 0 1 1 0 1 0 1 0 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്തത് കാണാനുള്ളത് അല്ലേ. ഇതാണ് നമുക്ക് ആദ്യമുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 0ൻ്റെ എന്തായി 2 1 ആയി. പിന്നെ 2 1 ഉള്ളത് എന്തായി 2 0 ആയി. 0 1 ഉള്ളത് എന്തായി 1 0 ആയി. 1 0 ഉള്ളത് എന്തായി 0 1 ആയി അല്ലേ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്. എന്താണോ അക്യുമുലേറ്ററിൽ എന്താണോ ഫംഗ്ഷൻ ഉള്ളത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താവും CPL ഓൺ ആയി കഴിഞ്ഞാൽ അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് എന്തെന്ന് പറയുന്നത് ക്ലിയർ ഫംഗ്ഷനും CPL ഫംഗ്ഷനും പറയുന്നത്, ഇൻസ്ട്രക്ഷനും പറയുന്നത്. ഇനി ഒരു 4 എണ്ണം എന്ന് പറയുന്നത് 5 ഫംഗ്ഷനാണ് പിന്നുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനിൽ പെട്ട ഒന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ എന്താ റൊട്ടേറ്റ് ചെയ്യണം. അതായത് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ RLA റൊട്ടേറ്റ് ദ അക്യുമുലേറ്റർ 1 ബിറ്റ് ലെഫ്റ്റ്. അതായത് ഒരു ബിറ്റ് ലെഫ്റ്റിക്ക് എന്ത് ചെയ്യുക മൂവ് ചെയ്യുക. 8 bits in the accumulator are rotated 1 bit left so that 7 bit rotated by into bit 0 position. Example RL before execution C2H ആണെങ്കിൽ ആഫ്റ്റർ എക്സിക്യൂഷൻ 85H ആണ്. അതായത് C2H എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് എന്താണ് 1100 ആണ്. 2 എന്ന് പറയുന്നത് 0110 ആണ്. ഓക്കെ, അതിന് നമ്മൾ എന്തായി റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായി 85H ആയി. 85H ആവുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ജസ്റ്റ് എങ്ങനെയാണ് 85 ആവുന്നത് എന്ന്. അതായത് ഈ 1 ഇവിടുത്തെ 1 എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും നേരെ 7ലുള്ള 1 എന്ന് പറയുന്നത് 0യിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും മൊത്തം ഇങ്ങോട്ട് മാറും. അപ്പോൾ 1 0 0 0 എന്ന് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം 0 1 0 1 എന്ന് കിട്ടും അല്ലേ. ഇതന്നെയല്ലേ ഇപ്പം നമുക്കിവിടെ മുകളിൽ കിട്ടിയത്. ഇത് നോക്കിയാൽ മതി അല്ലേ. 1 0 0 0 0 1 0 1. അപ്പോൾ 1 0 0 എന്ന് പറയുന്നത് 8, ഇത് എന്ന് പറയുന്നത് 8ഉം ഇത് എന്ന് പറയുന്നത് എത്രയാണ് 5ഉമാണ് അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത് RLA. അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യുക ലെഫ്റ്റിക്ക് എന്ത് ചെയ്യുക ഒരു ബിറ്റ് ലെഫ്റ്റിക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് RLA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് RRA ആണ്. RRA എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന സാധനം എങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, വലത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വലത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും ഈ 1 എവിടെ വരും ഇവിടെ വരും അല്ലേ. രണ്ടാമത്തെ ബിറ്റിലെ 1 ഇവിടെ വരും. 1 0 0 0 0 1 1 0 എന്ന് വരും. അങ്ങനെയാണോ നമുക്ക് കിട്ടേണ്ടത് നോക്കുക. 1 0 0 0 0 0 ഇതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കോളത്തിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ അടിയിൽ എഴുതിയത് ഇതാണോ നോക്കിയാൽ മതി. കറക്റ്റ് ആണോ ആണല്ലോ. 0 1 0 0 ആണ്. 0 0 0 1 ആണ്. അപ്പോൾ C2Hനെ നമുക്ക് എന്ത് മാറ്റി മറ്റേൽ C2H 85 ആയപ്പോൾ ഇവിടെ C2H എന്തായി 61 ആയി. അതായത് 0 അല്ലേ. 0 1 1 0 എന്ന് പറഞ്ഞാൽ എന്താണ് 100 എന്ന് പറഞ്ഞാൽ 110 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 6 ആണ്. 0 0 0 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 61 ആയി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്യുമുലേറ്റർ 1 ബിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് RLCA ആണ്. റൊട്ടേറ്റ് ദ അക്യുമുലേറ്റർ 1 ബിറ്റ് ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ക്യാരി 0 ആണ്. 1 1 4 0 1 0 C2H ആണ് നമുക്കുള്ളത്.
അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എന്തുണ്ട്, ഒരു ക്യാരി ഫ്ലാഗ് എക്സ്ട്രാ ഉണ്ട് ഇതിൽ. ഓക്കെ, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ക്യാരി ഫ്ലാഗ് എന്തുണ്ട്, എക്സ്ട്രാ ഉണ്ട്. അതിലെന്ത് വാല്യൂ ആണുള്ളത്, ഇതിലിപ്പോൾ 1 ആണുള്ളത് വിചാരിച്ചാൽ ഈ 1 ഇങ്ങോട്ട് മാറും. ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ 0 ആണുള്ളത്, ആ 0 എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഈ 1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് ക്യാരീൻ്റെ ഇതിലേക്ക് വരും. ഇവിടെ ഉള്ള ഈ ക്യാരീൻ്റെ ഉള്ളിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അതെങ്ങോട്ട് പോകും, ഇതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, ഈ 0 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 0 ആയി, ഈ 0 അങ്ങോട്ട് മൂവ് ചെയ്തു, ഇവിടെ 1 ആയി, ഈ 0 ആയി, 0 ആയി, 0 ആയി, 0 ആയി, 1 ആയി, അല്ലേ? അപ്പോൾ എന്തായി, ഈ വാല്യൂ ആണോ കിട്ടണമെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഉള്ള 1 അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ക്യാരി ഈസ് ഈക്വൽ ടു 1 ആയി. അപ്പോൾ അത് തന്നെയാണോ ഇത് കിട്ടേണ്ടത്, കണ്ടോ? ആണ്. എന്താണ് 1 1 1 0 0 0 0 4 0 പിന്നെ 0 1 0 0 അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് 0 1 0. പിന്നെ ക്യാരി എന്തായി, 1 ആയി. ഇൻപുട്ടിൽ ക്യാരി എന്തായിരുന്നു, 0 ആയിരുന്നു. ഈ ഇവിടെ ഉള്ള 1 എന്തായി, ഇങ്ങോട്ട് പോയി, അപ്പോൾ ക്യാരി എന്തായി, 1 ആയി. മനസ്സിലായോ? അതാണ് എന്ത് പറയുന്നത്, RLC A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, RRC A ആണ്. RRC A എന്ന് പറയുമ്പോൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ എത്രയാണ് 85 വന്നു വെച്ചാൽ ഇവിടെ എന്താണ് വലത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? വലത്തോട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഉള്ള 0 എങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോകും, ക്യാരി 0 ആവും. ഈ മൊത്തം ഇങ്ങോട്ട് നീങ്ങും, ഇവിടെ 1 ആവും, ഇവിടെ 0 ആവും, ഇവിടെ എന്താവും 0 ആവും, 0 ആവും, 0 ആവും, 1 ആവും, 1 ആവും, 0 ആവും, ഇവിടെ എന്താവും 0 ആവും. അപ്പോൾ എന്താണ് ക്യാരി 0 0 1 1 0 0 1 1 0, ഇവിടെ കിട്ടിയത് എന്താണ് 0 1 1 0 0 0 0 1 0 0 0 1 ക്യാരി 0 61 എന്ന് കിട്ടി 61, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് RRC A എന്ന് പറയുന്നത്. അതായത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ 1 ബിറ്റ് റൈറ്റ് ത്രൂ ദ ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗിലൂടെ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്വാപ്പാണ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സ്വാപ്പ് ചെയ്ത് വയ്ക്കുക. അതായത് 1 1 0 1 എന്ന് പറയുന്നതാണ് നമുക്ക് ഉള്ളത്, 1 1 1 0 എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളത്. അതുപോലെ 0 0 0 1 ആണ് നമുക്ക് എന്താ ഇതിലുള്ളത്. അത് ഈ 1 എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇയും 1 ആണ്. അതെന്താവും, നേരെ തിരിച്ച് 1 E ആവും. അതായത് ഈ 4 എണ്ണം ഒരുമിച്ച് എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് മാറും. ഈ 4 എണ്ണം ഒരുമിച്ച് എങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും, അല്ലേ? അപ്പോൾ ഈ 4 എണ്ണത്തിന് ആദ്യം എഴുതണം 0 0 0 1. ഈ 4 എണ്ണത്തിന് പിന്നെ 1 1 1 0 ഉണ്ടോ? ഈ സാധനം തന്നെ അല്ലേ ഇത്, ആണോ? ആണ്, അല്ലേ? 0 0 0 1 1 1 1 0. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് ആയിട്ടുള്ളത്, ലോജിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകളുള്ളത്. ഇനി നമുക്ക് ബൂളിയൻ ആൾജിബ്രയും അതുപോലെ പിന്നെ ബ്രാഞ്ചിങ്ങും അതുപോലെ മൂവ് രജിസ്റ്ററുകളും ഒക്കെ, മൂവ് ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.